ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഗ്നൻസിയിലെ ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ലാസ്റ്റ് 3 മാസത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മുടെ ഒരു ഗോൾഡൻ പീരിയഡ് ആയിരുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ തേർഡ് ട്രൈമസ്റ്റർ അത്ര എളുപ്പമല്ല. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതും വയറ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുകയും ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, കിടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരു സമയമാണ് തേർഡ് ട്രൈമസ്റ്റർ. മാത്രമല്ല കോംപ്ലിക്കേഷൻസ് വരുന്നതും യൂഷ്വലി ഈ തേർഡ് ട്രൈമസ്റ്റർ 28 ആഴ്ചയ്ക്ക് ശേഷമാണ് യൂഷ്വൽ കോംപ്ലിക്കേഷൻസും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റെഡ് സിഗ്നൽസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? ചിലവർക്ക് മാസം തികയാതെ വേദന വന്നു തുടങ്ങാം. അതിനെ നമ്മൾ പ്രീ ടേം ലേബർ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ട്രൂ ലേബറാണ്, ശരിക്കും പ്രസവ വേദനയാണെന്ന് മനസ്സിലാക്കുന്നത്? ഒന്ന്, വേദന ആദ്യം വരുന്നത് പയ്യെ അരമണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരു വേദന വരും. പിന്നെ പയ്യെ അത് കൂടി ഫ്രീക്വൻസിയും കൂടും, ഇൻറ്റൻസിറ്റിയും കൂടും. ആദ്യം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡാണ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ പയ്യെ അതിൻ്റെ അളവ് 30 സെക്കൻഡ് 45 സെക്കൻഡായി മാറുന്നതും 10 മിനിറ്റിൽ തന്നെ 2-3 വേദന വരുന്നതും ആയി മാറും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ചിലവർക്ക് ഒരു ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജോ മ്യൂക്കസ് പ്ലഗോ ഒക്കെ പോവുകയാണെങ്കിൽ യൂഷ്വലി അത് പ്രീ ടേം ലേബറിൻ്റെ ഒരു സൈൻ ആവാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ഉണ്ടാകുന്ന വാർണിംഗ് സൈൻസ് 2 എന്ന് പറയുന്നത് ബ്ലീഡിങ്. ഓക്കെ, അപ്പോൾ ബ്ലീഡിങ് എന്ന് പറയുന്നത് തേർഡ് ട്രൈമസ്റ്ററിൽ വരിക. യൂഷ്വലി ഭയങ്കര ബ്ലീഡിങ് വരികയാണെങ്കിൽ സൂക്ഷിക്കണം. അത് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പ്ലാസൻ്റ പ്രിവിയ എന്ന് പറയും. അതായത് നമ്മുടെ മറുപിള്ള സാധാരണ ഇരിക്കേണ്ടടുത്ത് നിന്ന് മാറി നമ്മുടെ ഗർഭാശയ മുഖത്തിൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാസൻ്റ പ്രിവിയ എന്ന് പറയാം. അല്ലാതെ പിന്നെ ഒന്ന് ഡെലിവറിക്ക് മുമ്പ് തന്നെ പ്ലാസൻ്റ വിട്ടുപോവുക, യൂട്രസിൻ്റെ ഭിത്തിയിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ് അബ്രപ്ഷൻ എന്ന് പറയുന്നത്. ഇത് 2 എമർജൻസിയാണ്. അതും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ടതായി വരും. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് ലീക്കിംഗ്, വെള്ളം പൊട്ടിപ്പോവുക. അത് സാധാരണ നമ്മുടെ പ്രസവ വേദന വന്നതിന് ശേഷം ലാസ്റ്റ് ഗർഭാശയ മുഖമൊക്കെ വികസിച്ചതിന് ശേഷമാണ് സാധാരണ വെള്ളം പൊട്ടിപ്പോവുക. പക്ഷേ ചിലവർക്ക് ഈ പ്രസവ വേദന വരുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ പ്രീ ടേം PPROM അല്ലെങ്കിൽ പ്രീ ലേബർ റപ്ചർ ഓഫ് മെംബ്രെയിൻസ് എന്ന് പറയും. അത് വന്നാൽ അത് അത്ര നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാളിയാണ് നമ്മുടെ ഇൻഫെക്ഷനൊന്നും മുകളിലോട്ട് കുഞ്ഞിലോട്ട് പടരാതെ നോക്കുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയാൽ ഇൻഫെക്ഷൻസ് മുകളിലോട്ട് കയറാനും വെള്ളം പൊട്ടിപ്പോകുന്ന സമയത്ത് പൊക്കിൾ കൊടിയൊക്കെ പുറത്ത് ചാടാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹൈപ്പർ ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയും ഈ പ്രഗ്നൻസി തേർഡ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ. അത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ തേർഡ് ട്രൈമസ്റ്ററിലും നമ്മൾ ഇത്രയും നാൾ നമ്മളെല്ലാം 4 ആഴ്ച കൂടുമ്പോഴാണ് ഡോക്ടറിനെ കാണാൻ പോയത്. 28 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും 36 ആഴ്ച വരെയും 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടറിനെ കാണാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ആഴ്ച തോറുമാണ് ചെക്കപ്പ്. 36 ആഴ്ചയ്ക്ക് ശേഷം ആഴ്ച തോറുമാണ് 40 ആഴ്ച വരെയും ചെക്കപ്പ്. അപ്പോൾ അത് കൃത്യമായിട്ട് പോവുക. ആ സമയത്ത് നിങ്ങളുടെ BP നോക്കാൻ മറക്കരുത്. BPയും യൂറിനിലെ പ്രോട്ടീൻ അളവും ചിലപ്പോൾ നോക്കേണ്ടി വരും. അപ്പോൾ BP കൂടുതലാണെങ്കിൽ സാധാരണ ഡോക്ടർമാർ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ BP അമിതമായി കൂടുകയും പ്രശ്നങ്ങളുണ്ടാവാൻ ജെന്നി പോലത്തെ അവസ്ഥ, എക്ലാംസിയ എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഇംപെൻഡിങ് സൈൻസ് ഉണ്ടാവും. നമുക്ക് ജെന്നി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാവാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡേക്ക്, ഭയങ്കര അമിതമായ തലവേദന, ബ്ലറിങ്, നേരെ കാണാൻ പറ്റാത്ത അവസ്ഥ, വയറിൽ വേദന വരിക, ഛർദിൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് എക്ലാംസിയയുടെ ഭാഗമായി അതിന് മുമ്പായിട്ട് വരുന്ന സിംറ്റംസ് ആകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. പിന്നെ നമ്മൾ കുട്ടി 28 വീക്സ് ആകുമ്പോൾ സാധാരണ ഒരു 1 കിലോയുടെ അടുപ്പിച്ചാണ് വളർച്ച ഉണ്ടാവുക. അത് ഈ ലാസ്റ്റ് 12 വീക്സിൽ അത് ഓൾമോസ്റ്റ് 2.5-3.5 kg വരെ വളരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് റിക്വയർമെൻറ്റ് ആ ബോൺ കാൽഷ്യം ആയാലും കാലറീസ് ആയാലും എല്ലാം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ഈ തേർഡ് ട്രൈമസ്റ്ററിലാണ്.
ആദ്യത്തെ 6 മാസത്തിൽ എക്സ്ട്രാ നമ്മൾ സാധാരണ പറയുന്ന കേൾക്കാറുണ്ട് 2 പേരുടെ ആഹാരം കഴിക്കണം. അതിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ 6 മാസത്തിൽ എക്സ്ട്രാ കാലറീസിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അധികമില്ല. നിങ്ങൾ പ്രോട്ടീൻ്റെ അളവ് ഒക്കെ ആവശ്യത്തിനുണ്ട്, അന്നജം ആവശ്യത്തിന്, മധുരം കുറച്ച് കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പക്ഷേ ലാസ്റ്റ് ട്രൈമസ്റ്റർ 6 മാസത്തിന് ശേഷമുള്ള ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ എക്സ്ട്രാ കാലറീസ് എടുക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു 200 to 300 കാലറീസ് എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഗ്രോത്ത് സ്കാൻസ് ചെയ്യും. 34 വീക്സിന് അടുപ്പിച്ചൊക്കെ ഒരു സ്കാൻ കാണാൻ സാധ്യതയുണ്ട്. ആ സ്കാനിൽ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടോ, കുട്ടി തലയാണല്ലോ സാധാരണ താഴെ വരേണ്ടത്, അങ്ങനെ അല്ലാത്ത പൊസിഷൻ, ബ്രീച്ച് പൊസിഷൻ, വെള്ളം കുറവാണോ കൂടുതലാണോ, വളർച്ച കൂടുതലുണ്ടോ കുറവുണ്ടോ, ഇങ്ങനത്തതെല്ലാം നമുക്ക് ഗ്രോത്ത് സ്കാൻസിലൂടെ ഒരു പരിധി വരെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ 36 വീക്സ് തൊട്ട് പയ്യെ നമ്മുടെ ലേബർ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ആയി തുടങ്ങണം. ബ്രീതിങ് എക്സസൈസ്, നമ്മുടെ ഇൻസ്പിറേഷൻ പയ്യെ ശ്വാസം വലിച്ചെടുത്ത് കുറച്ച് നേരം വെക്കുക, എക്സ്പിറേഷൻ കുറച്ചുകൂടെ നീട്ടത്തിൽ എക്സ്പയർ ചെയ്യുക. അങ്ങനത്തെ ബ്രീതിങ് എക്സസൈസുകൾ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് അത് നമുക്ക് ലേബർ സമയത്ത്, വേദന സമയത്ത് ബ്രീതിങ് എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് വരും. ഈ 3rd ട്രൈമസ്റ്റർ തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ വളരെ കൂടുതലായിട്ട് വരാം. ഇതിന് പ്രധാന കാരണം നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതലായതിനാൽ അത് നമ്മുടെ ജോയിൻസിനെ ലിഗമെൻസിനെയൊക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട് ബാക്ക് പെയിൻ കൂടുതലായിട്ടും. മാത്രമല്ല നമ്മുടെ പോസ്ചറിലൊക്കെ ഡിഫറൻസ് വരും, ചെറിയ ലോഡോസിസ് ഒക്കെ വരും. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോസ്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. ചെരുപ്പ് അധികം ഹൈ ഹീൽസ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റായിട്ടുള്ള ചപ്പൽസ് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ കിടക്കുമ്പോൾ 3rd ട്രൈമസ്റ്ററിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ്. അതായത് ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ രക്തയോട്ടം കിട്ടാനുള്ള സാധ്യത എപ്പോഴും ആ പൊസിഷനിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ മാക്സിമം അങ്ങനെ കിടക്കാനായിട്ട് ശ്രമിക്കാം. പെയിൻലെസ് ലേബർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമുക്ക് അനാൽജസിയ, എപ്പിഡ്യൂറൽ അനാൽജസിയ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഡോക്ടറിനോട് നേരത്തെ ചോദിച്ച് അതിന് വേണ്ടി പ്ലാൻ ചെയ്യാം. എക്സസൈസസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാം. മോഡറേറ്റ് എക്സസൈസ് 30 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് എക്സസൈസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാം. സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കുക. കാരണം പ്രഗ്നൻസി സമയത്ത് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. സ്ട്രെസ്ഡ് അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഏറ്റവും മിനിമം സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഡെലിവറി നടക്കുന്നതായി കാണാറ്. സ്ട്രെസ്സ് കൂടിയാൽ നമ്മുടെ അഡ്രിനാലിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഗർഭാശയ മുഖം തുറക്കാനൊക്കെ താമസം ഉണ്ടാവും. അപ്പോൾ 3rd ട്രൈമസ്റ്റർ ഇങ്ങനെ നിങ്ങൾ എല്ലാ രീതിയിലും കറക്റ്റായിട്ട് നിങ്ങളുടെ ചെക്കപ്സ് ചെയ്ത് ഒരു സന്തോഷമായിട്ടുള്ള പ്രഗ്നൻസി ഡെലിവറി ഉണ്ടാവാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.